മച്ചന്മാർ അങ്ങനെ ഫൈനലി നമ്മുടെ ഗെയിമിനകത്തോട്ട് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്ഡേറ്റിനകത്ത് നമുക്ക് കുറച്ച് മിഷൻസും കാര്യങ്ങളും വന്നിരുന്നു. ആ മിഷൻസിനകത്ത് നമുക്ക് കുറച്ച് ട്രിക്കും കാര്യങ്ങളും യൂസ് ചെയ്ത് അൺലിമിറ്റഡ് കോയിൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലെയിം റിവാർഡിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ കുറേ പേര് ഇന്നലെ കമൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ പുതിയ പവർ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നാണ്, പവറിൻ്റെ ഫീച്ചർ കാര്യങ്ങളും. അപ്പോൾ അത് എത്രത്തോളം പവർഫുള്ളാണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് പറയുന്ന എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മച്ചാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അൺലിമിറ്റഡ് കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ അൺലിമിറ്റഡ് കോയിൻസും കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പുതിയൊരു ഫീച്ചർ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ പവറിൻ്റെ ഫീച്ചർ കാര്യമാണ്. എന്നാൽ പക്ഷേ ഈ പവർ വെച്ചിട്ട് നമുക്ക് എന്ത് പേരെയൊക്കെ കൊല്ലാൻ പറ്റും, എന്ത് കേപ്പബിലിറ്റി ഉണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ പവർ കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള രീതിയും കാര്യങ്ങളായിരുന്നു ഞാൻ കാണിച്ചു തന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഈ പവർ വെച്ചിട്ട് നമുക്ക് എവിടം വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി കാര്യങ്ങൾ കാണിച്ചു. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് പുതിയൊരു അയൺമാൻ്റെ ക്യാരക്ടറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ക്യാരക്ടർ ഒന്ന് ഞാൻ ജസ്റ്റ് ഡൗൺലോഡും കാര്യങ്ങളും ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അയൺമാൻ്റെ ക്യാരക്ടറുകളും എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ പോയി എടുക്കേണ്ടതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്കും കാര്യങ്ങളും ഇട്ടേക്കാം. അവിടെ പോയി നിങ്ങൾക്ക് അയൺമാൻ്റെ ക്യാരക്ടറുകൾ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി എടുത്തതാണ്. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഒന്നുകൂടി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഗെയിമിനകത്തോട്ട് പോവുകയാണ്. നമ്മൾ പ്ലേ കൊടുത്ത് ഗെയിമിൻ്റെ അകത്ത് കയറുവാണ്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് RGS മെനു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. ഫോൺ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുണ്ട് ഓപ്ഷൻ RGS മെനു എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാര്യങ്ങളും. അപ്പോൾ അതിനകത്ത് നിന്നാണ് നമ്മൾ ലോഡും കാര്യങ്ങളും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകും നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പവർ യൂസ് ചെയ്യാൻ അയൺമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും വേണമോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കാണെങ്കിൽ അയൺമാൻ്റെ ക്യാരക്ടർ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പവറും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് ശേഷമാണ് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അയൺമാൻ്റെ ക്യാരക്ടർ എടുക്കാൻ വേണ്ടിയിട്ട് RGS മെനു എടുത്ത് അതിൻ്റെ ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് ഞാൻ ഡ്രാഗ് ചെയ്യണം. എന്നിട്ട് അയൺ ബോയ് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ അയൺ ബോയ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അയൺ ബോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അയൺമാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അയൺ ബോയ് എന്ന് പറഞ്ഞാണോ കിട്ടുന്നത് നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടതാണ്. അയൺ ബോയ് എന്നല്ലെങ്കിൽ നിങ്ങളത് എടുത്തിട്ട് കാര്യമില്ല, അത് വർക്കും കാര്യങ്ങളാവത്തില്ല. അപ്പോൾ നമ്മൾ തരുന്ന ലിങ്കിൻ്റെ അകത്ത് ironboy.glb എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളതെല്ലാവരും മസ്റ്റായിട്ട് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളത് എടുക്കാവുള്ളൂ. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അയൺമാൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പവറും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഇടിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്നും വരുന്നില്ല. അതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളുണ്ട്. നമുക്ക് #ഹാഷ്ടാഗ് അടിക്കേണ്ടതാണ്. #ഹാഷ്ടാഗ് അടിച്ച് ജസ്റ്റ് കോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പവേഴ്സും കാര്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പവർ വെച്ചിട്ട് നമുക്ക് എന്ത് പേരെ കൊല്ലാൻ പറ്റും എന്നുള്ളൊരു കേപ്പബിലിറ്റി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ പവറും കാര്യങ്ങളും അതിൻ്റെ കേപ്പബിലിറ്റി എവിടം വരെ പോകുന്നത്. നമുക്ക് ചെറിയ സാധനം തൊട്ട് വലിയ സാധനം വരെ നമ്മുടെ ഇതിനകത്ത് ഏത് ആനിമൽസ് ആണെങ്കിലും നമുക്കിതിനെ ഒറ്റ ഫയർ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മാസീവായിട്ടുള്ളൊരു സാധനം കാര്യങ്ങളാണ്, അടിപൊളി പവറും കാര്യങ്ങളാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് വിടാവുന്നതാണ് നമുക്ക് ഈ പവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് എത്ര ദൂരത്തോര് വരെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പവറും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പവർ പകുതി വരെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകുന്നുമുണ്ട്. എന്ന് വെച്ചാൽ അത് പൊട്ടിത്തെറിക്കാതെ കയ്യിൽ നിന്ന് ശൂന്യമായിട്ട് പോകുന്നുമുണ്ട്. അത് നമ്മുടെ പവറിൻ്റെ ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പവറും കാര്യങ്ങളൊക്കെ കൂടുതലും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ കാര്യങ്ങൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് TRXും ഡൈനോസറിനും ഒക്കെ എല്ലാത്തിനും ഞാനിവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒരൊറ്റ ഫയർ കൊണ്ട് നമുക്ക് വീഴ്ത്താൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഓരോന്നോരോന്ന് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഫയർ കൊണ്ട് ഒരു ഡൈനോസർ വീണ് മറ്റേ ഡൈനോസർ വീണ് അടുത്ത ഡൈനോസറിനും കൂടെ നമ്മൾ ഒറ്റ ഫയർ കൊണ്ട് വീഴ്ത്തുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഒറ്റ ഫയർ കൊണ്ട്. കാരണം നമ്മുടെ വിസയിലും കാര്യങ്ങളൊക്കെ വിട്ടാൽ പോലും 2 എണ്ണമൊക്കെ മാക്സിമം വേണം അതൊന്ന് ചാവാൻ വേണ്ടിയിട്ട്. എന്നാൽ പക്ഷേ നമ്മുടെ ഈ ഒരു ഫയർ കൊണ്ട് തന്നെ ഒറ്റൊരു ഫയർ വിട്ടാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ചാവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പവേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ പവറും കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു അയൺമാൻ്റെ ക്യാരക്ടറുകളിൽ ഇട്ടാലേ ആ പവർ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ വേണമെങ്കിലും ഇടാവുന്നതാണ്. ഏത് ക്യാരക്ടർ വേണമെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് #ചീപ്പ് കോഡ് അടിച്ചതിന് ശേഷം
നിങ്ങൾക്ക് ആ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഫ്രാങ്കിളിൻ്റെ ക്യാരക്ടറാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാനത് പവർ യൂസ് ചെയ്യുന്നുണ്ട്. പവർ യൂസും വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പിന്നെ കൂടുതലൊരു കാണാനൊരു രസമെന്ന് വെച്ചാൽ നമുക്ക് അയൺമാൻ്റെ ക്യാരക്ടർ ഇടുമ്പോൾ അയൺമാൻ്റെ കയ്യിൽ നിന്നും ഫയർ പോകുന്നതെന്നുള്ളൊരു തീം കിട്ടുമല്ലോ, നമുക്കൊരു ഒരു ഫീല് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അയൺമാൻ്റെ ക്യാരക്ടറുകളെല്ലാം ചൂസ് ചെയ്ത് എടുത്തത് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറുകൾ ഇതിനകത്ത് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എബിലിറ്റി കരൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും യൂസ് ചെയ്തിട്ടൊന്ന് കമൻസ് കരൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അൺലിമിറ്റഡ് കോയിൻസ് കരളും. ഈ അൺലിമിറ്റഡ് കോയിൻസ് കരൾ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം കുറേ പേരാണെങ്കിൽ ഓരോന്ന് വെടിവെച്ച് അങ്ങനെ കുറേ പേര് മടുത്തെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സും കരൾ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ട്രിക്സും കാര്യങ്ങളും കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് 3 മെഷീൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും ഈ അൺലിമിറ്റഡ് കോയിൻസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട്. ഒരു മെഷീൻ മാത്രമേ നമുക്കതിന് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഗ്ലിച്ച് യൂസ് ചെയ്ത ഒരു മെഷീൻ മാത്രം അങ്ങനെ ഇപ്പം അൺലിമിറ്റഡ് കോയിൻസായിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളും കണ്ടിട്ടുള്ളായിരുന്നു. വേറൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓരോരോ മെഷീൻസ് കാര്യങ്ങളും എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് മെഷീൻ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റി തന്നെ ഇങ്ങനെ പോയി അന്വേഷിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഇതുണ്ട്. അൺലിമിറ്റഡ് കോയിൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്യാരക്ടറിനെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഒരു ക്യാരക്ടറിനെ ആഡ് ചെയ്ത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറെ നമുക്ക് വേണ്ടതാണ് ഗ്ലിച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എവിടെയാണ് ഗ്ലിച്ച് യൂസ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഹൾക്കിന് കുറച്ച് പവേഴ്സും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഉണ്ടെന്ന് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചീപ്പ് കോഡും കാര്യങ്ങളും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വർക്ക് കാര്യങ്ങളാവാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ചീപ്പ് കോഡ് അടിച്ചിട്ട് ചീപ്പ് കോഡ് കാര്യങ്ങളും വർക്ക് ആവുന്നുണ്ടെന്ന്. നമുക്ക് ഹൾക്കിനാണെങ്കിൽ നമുക്ക് ഓട്ടോ ജമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹൾക്കിനാണ് കൂടുതലും പവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ. അപ്പോൾ അതിൽ കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻസ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഏത് ക്യാരക്ടറാണ് വേറെ പവർ ഉള്ളത്, നമുക്കത് വെച്ചിട്ട് വേറെ രീതിയിലത്തെ മെത്തേഡും കാര്യങ്ങളും മെഷീൻ്റെ അകത്ത് ആഡ് ചെയ്ത് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് അതും കൊണ്ടുവരാൻ പറ്റും, നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കറൻറ്റ്ലി എടുത്തേക്കുന്നത് അയൺമാനിലെ ഹൾക്കിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ഹൾക്കിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് 2 മെഷീൻ്റെ അകത്ത് അൺലിമിറ്റഡ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. 2 മെഷീൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യത്തെ മെഷീനിൽ നമുക്ക് അതിനകത്ത് അൺലിമിറ്റഡ് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത് സിറ്റിയിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് ഓരോരോ കോയിൻസും കാര്യങ്ങൾ കിടക്കുന്നതാണ്. നമുക്ക് ഈ 2ൻ്റെ അകത്തും 3ൻ്റെ അകത്തുമാണ് നമുക്ക് കൂടുതലും ഇതിൻ്റെ ഒരു അൺലിമിറ്റഡ് കോയിൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അൺലിമിറ്റഡ് കോയിൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ചാനലും കൂടെ നിങ്ങളെല്ലാവരും കൂടെ മസ്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്തിരുന്നതിനാൽ അതിൻ്റെയൊക്കെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് 4-5 ഗൺസിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും. പക്ഷേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റിൻ്റെ അൾട്ടിമേറ്റഡ് കോയിൻസും കാര്യങ്ങളും കിട്ടുന്നത് നമുക്ക് വേറൊരു ഇതിനകത്തുണ്ട്. അപ്പോൾ അതേത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ചത്തുപോയി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ മൊത്തം ഈ സോംബീസ് കാര്യങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ സോംബീസ് നല്ല പവേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡെഡായി പോയത്. നമുക്ക് പറ്റുന്ന അൺലിമിറ്റഡ് കോയിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന മെഷീനും കാര്യങ്ങളെന്ന് വെച്ചാൽ മെഷീൻ 3യും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനത് മെഷീൻ 3യും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെഷീൻ 2ൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഗണ്ണും അതുപോലെ തന്നെ മെഷീൻ 3ക്കകത്ത് കിട്ടുന്ന ഗണ്ണും വ്യത്യാസമുണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് വ്യത്യാസം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടറുകൾ യൂസ് ചെയ്ത് നമ്മളെങ്ങനെ ചാടി പുറത്തെത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചാടി നമുക്ക് പുറത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് TRX കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചാടി അകത്ത് കയറണം. അപ്പോൾ അകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇഷ്ടം പോലെ TRX കാര്യങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിന്നെയും പുറത്തോട്ട് ചാടുമ്പോൾ തന്നെ എല്ലാം ഡൈനോസേഴ്സ് കാര്യങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ തിങ്ങി നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനിയാണ് നമ്മുടെ അൾട്ടിമേറ്റ് കോയിൻസ് കാര്യങ്ങൾ എടുക്കാനുള്ള ട്രിക്കും കാര്യങ്ങൾ യൂസ് ആകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണിൻ്റെ ഓപ്ഷൻ കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സ്ക്രീനിൻ്റെ അത് ഗണ്ണിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഗണ്ണിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? അപ്പോൾ ഈ ഗണ്ണിൻ്റെ ഓപ്ഷൻ എടുത്താലും നമുക്ക് എന്തായാലും ഇതിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത രീതിയിൽ കൊല്ലാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ആൾക്കിൻ്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ ഒരു ഇടി ഇടിച്ചാലൊന്നും പെട്ടെന്നൊന്നും ചാവത്തില്ല. കാരണം ഇതിപ്പം 1-2 അല്ല ഇരിക്കുന്നത്. അപ്പം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേലിയുടെ അടുത്ത് വരണം, വാളിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതാണ്. ഇടിച്ചിടിച്ച് നടക്കുമ്പോഴത്തേക്കും നമുക്ക് സൈഡിലായിട്ട് നമുക്ക് ഗണ്ണിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഗണ്ണിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ തന്നെ നമ്മൾ നേരെ ഗണ്ണിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട് ആ ഗണ്ണിൻ്റെ അകത്ത്. അത് ഏതാണ് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം ഞാനിവിടെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുന്നുണ്ട്, ഞാനിവിടെ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഗണ്ണിൻ്റെ ഓപ്ഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗണ്ണിൻ്റെ ഓപ്ഷൻ വന്ന് എനിക്ക് നേരെയാണെങ്കിൽ വിസൈലും കാര്യമില്ല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഗണ്ണിൻ്റെ ഓപ്ഷൻ വന്നപ്പോൾ നമുക്കതിനകത്ത് കണ്ട ഗൺസും കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ വിസൈലും
കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റേനകത്ത് സോംബീസിനകത്ത് നമുക്ക് AKM ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ AKMനേക്കാളും കൂടുതലും എഫക്റ്റും കാര്യങ്ങളുള്ളത് നമ്മുടെ ഇതിനകത്താണ്, വിസയിലിനകത്താണ്. പക്ഷേ വിസയിൽ വെടി വെക്കുമ്പോൾ നമുക്കൂടെ എഫക്റ്റ് വരത്തില്ല, നമ്മുടെ ലൈഫ് കുറയത്തില്ല എന്ന് കുറേ പേര് ഡൗട്ട് ഉണ്ടാക്കി. പക്ഷേ നമുക്ക് ഇതൊരു ഗ്ലിച്ചും കാര്യങ്ങളുമാണ്, ഇതൊരു ട്രിക്കാണ്. അപ്പം ഈ ഒരു ഗ്ലിച്ചും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിനകത്ത് നമുക്ക് ചാവത്തില്ല, പെട്ടെന്ന് തന്നെ ചാവത്തില്ല. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് കയറിയാലും നമുക്ക് ലൈഫും കാര്യങ്ങളും കുറയത്തുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ വെടി വെക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് കാര്യങ്ങൾ വരും. പക്ഷേ പുറത്ത് നിൽക്കുമ്പോൾ അതിനൊരു എഫക്റ്റും കാര്യങ്ങളും വരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം കാരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് കോയിൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര പേർക്ക് ഒരു അൾട്ടിമേറ്റ് കോയിൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആയിരുന്നു കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ വേറെയും കുറേ ഐറ്റംസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഉള്ളത് കോയിൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കോയിൻസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പയ്യെ കളക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മൾ അറ്റാക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. TRXും കാര്യങ്ങളും അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചാവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സർവൈവ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു മെയിൻ കണ്ടൻറ്റും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്നത്, നമ്മുടെ ക്ലെയിം റിവാർഡും കാര്യങ്ങളും. അപ്പോൾ ഈ ക്ലെയിം റിവാർഡും കാര്യങ്ങൾ ഞാനിപ്പം അത്രയും കൊന്നപ്പോൾ എനിക്ക് കിട്ടിയ ക്ലെയിം റിവാർഡും കാര്യങ്ങളാണ്. ഞാൻ ആ ക്ലെയിം റിവാർഡ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നേരെ പോകുന്നത് ഞാൻ മെനുവിലോട്ടാണ് പോകുന്നത്, ഈ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇതായിരിക്കും ഇപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസും കാര്യങ്ങളും. അപ്പം അത് എന്താണ് ഇഷ്യൂ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മൾ ഡെവലപ്പറോട് നമ്മൾ ഇന്നലെ പോയി സംസാരിച്ചു, എന്താണ് ക്ലെയിം റിവാർഡ് കാര്യങ്ങൾ കിട്ടുന്നില്ല, ആർക്കും കിട്ടുന്നില്ല, നമുക്കും കിട്ടുന്നില്ല, എന്താണെന്ന് ചോദിച്ചപ്പം നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ ക്ലെയിം റിവാർഡിനകത്ത് ഒരു ഐറ്റം കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പർ ഒരു ഐറ്റം കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിടിലൻ ഐറ്റം കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ അതിന് വേണ്ടി ഒരു കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പർമാർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ക്ലെയിം റിവാർഡായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ അത് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം ഒന്ന് പറഞ്ഞത് കമൻറ്റ്സും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്കത് എത്രത്തോളം അതിൻ്റെ ഡിമാൻഡ്സും കാര്യങ്ങളും കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലെയിം റിവാർഡിനകത്തോട്ട് ആ ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.